ഇന്ത്യൻ സിനിമാ ലോകത്ത് ഒരു വലിയ ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൽക്കി 2898 AD. ഈ വരുന്ന ജൂൺ 27-ന് പ്രദർശനത്തിനായി ചിത്രമെത്തും. കൽക്കി 2898 AD എന്ന് പറയുന്ന ഈ ഒരു ചിത്രം 2024 ഇന്ത്യൻ ഇതിഹാസ സയൻസ് ഫിക്ഷൻ ഡിസ്റ്റോപ്പിയൻ ചിത്രമാണ്. മാത്രമല്ല, ഹൈന്ദവ പുരാണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇതിലെ കഥയെല്ലാം പറയുന്നത്. ഇന്ത്യൻ മിത്തോളജിയെ ഈ ഒരു ലോകത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്ന ഒരു മികച്ചൊരു ചിത്രം എന്ന ഒരു ക്രെഡിറ്റ് ഈ ഒരു കൽക്കി 2898 ADക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ ഉള്ള ഒരു പ്രതീക്ഷ. മാത്രമല്ല, ഈ ഒരു സിനിമയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സിനിമയുടെ ട്രെയിലർ നമുക്ക് ഒരുപാട് ക്യൂരിയോസിറ്റി നൽകുന്ന ഒന്നാണ്. അതായത് മഹാഭാരതത്തിലെ അശ്വത്ഥാത്മാവ് എങ്ങനെ ഈ സിനിമയിൽ വന്നു, മാത്രമല്ല കൽക്കി എന്ന് പറയുന്ന റോൾ ഇവിടെ ആരാണ് ചെയ്യുന്നത്. അതായത് മഹാഭാരത യുദ്ധത്തിൻ്റെ സമയത്ത് അർജുനനും അശ്വത്ഥാത്മാവും ബ്രഹ്മാസ്ത്രം എന്ന വലിയൊരു ആയുധം പ്രയോഗിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ വ്യാസൻ ഇടപെടുകയും അതിന് ശേഷം അർജുനൻ ഈ ഒരു ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യുന്നു. എന്നാൽ അശ്വത്ഥാത്മാവ് ഈ ഒരു സാഹസം കാണിക്കാനായിട്ട് മുതിരുകയാണ്. അദ്ദേഹം ഈ ഒരു അസ്ത്രത്തിനെ അഭിമന്യുവിൻ്റെ ഗർഭിണിയായിട്ടുള്ള ഭാര്യയുടെ ഉദരത്തിലേക്ക് പ്രയോഗിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ അശ്വത്ഥാത്മാവിന് ഏറ്റവും പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ചൂടാമണി അവിടെ സറണ്ടർ ചെയ്യാനായിട്ട് നിർബന്ധിതനാവുകയാണ്. അതായത് ലോകത്തിൻ്റെ അവസാനം വരെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏതൊരു മുറിവും ഉണങ്ങാതെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുള്ളതാണ് ആ ഒരു ശാപം. മാത്രമല്ല, ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയോട് ഇത്ര ഒരു ക്രൂരത ചെയ്തതിന് ബദലായിട്ട് കൽക്കി എന്ന് പറയുന്ന ഒരു അവതാരം, കൽക്കി വരുന്നത് വരെയും കൽക്കിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ള ഒരു ബാധ്യസ്ഥതയും ഈ ഒരു ഉത്തരവാദിത്വവും അശ്വത്ഥാത്മാവ് ഏറ്റെടുക്കുകയാണ്. AD 2898 എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് യുഗത്തിനെയാണ് ഈ ഒരു ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരുപാട് അഭിനേതാക്കൾ ഈ ഒരു സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ദീപിക പദുകോൺ, അമിതാഭ് ബച്ചൻ, കമൽ ഹാസൻ, പ്രഭാസ്, ദുൽഖർ സൽമാൻ, ശോഭന, അന്നബെൻ, കീർത്തി സുരേഷ്, പശുപതി, രാജേന്ദ്ര പ്രസാദ്, ദിശ പട്ടാനി എന്നിവരും ഈ ചലച്ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു. വൈജയന്തി മൂവീസിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് 2020 ഫെബ്രുവരിയിൽ പ്രൊജക്ട് കെ എന്ന പേരിൽ ഈ ചലച്ചിത്രം പ്രഖ്യാപിച്ചു. എന്നിരുന്നാലും COVID-19 പാൻഡമിക് കാരണം നിർമ്മാണം ഒരു വർഷം വൈകി. ഹൈദരാബാദിലെ റാമോജി ഫിലിം സിറ്റിയിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സെറ്റിൽ 2021 ജൂലൈയിൽ ചിത്രീകരണം ആരംഭിച്ചു. കൽക്കി 2898 AD 600 കോടി ബഡ്ജറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ മിത്തോളജിയെ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു രീതിയിൽ സയൻസ് ഫിക്ഷനും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ചിത്രം നിർമ്മിച്ചിട്ടുള്ളത്. ആദ്യ ട്രെയിലറിനെ അപേക്ഷിച്ച് രണ്ടാമത്തെ ട്രെയിലർ ഇറങ്ങിയതിന് ശേഷമാണ് പ്രേക്ഷകർക്കിടയിൽ കൽക്കി 2898 AD എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിനെ പറ്റി വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കുന്നത്. നാഗ് അശ്വിൻ സംവിധാനം ചെയ്യുന്ന ഈ ഒരു ബ്രഹ്മാണ്ഡ ചലച്ചിത്രത്തിന് ഏകദേശം 600 കോടി രൂപ ബഡ്ജറ്റ് എന്നാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ. ഇതുവരെ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും ചെലവേറിയ ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് കൽക്കി. ബോളിവുഡ് സൂപ്പർ സ്റ്റാർസ് ആയിട്ടുള്ള അമിതാഭ് ബച്ചന്റെയും ദീപിക പദുകോണിന്റെയും തെലുങ്കിലേക്കുള്ള ഒരു അരങ്ങേറ്റമാണ് ഈ ഒരു ചിത്രം. നാഗ് അശ്വിൻ്റെ ഇതിഹാസ സയൻസ് ഫിക്ഷൻ ഫാന്റസിയായ ഈ ഒരു കൽക്കി 2898 AD ആഗോള സെൻസേഷനായി മാറാൻ ഒരുങ്ങുകയാണ്. നോർത്ത് അമേരിക്കയുടെ വിതരണക്കാരായിട്ടുള്ള പ്രത്യങ്കിര സിനിമാസിൻ്റെ അഭിപ്രായത്തിൽ ചിത്രം 77,000 ടിക്കറ്റുകൾ വിറ്റു. $2.6 മില്യൺ